രേഷ്മ തങ്കച്ചൻ മെഴുകി മറിക്കാനായിട്ട് വീണ്ടും വീണ്ടും ഇന്റർവ്യൂകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര മെഴുകലാണ്. യൂട്യൂബർമാരെ വിളിച്ചിട്ട് അങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിക്കണമെന്നും പറഞ്ഞും കൊണ്ട് ഇരുന്നങ്ങ് തള്ളി മറിക്കുകയാണ് രേഷ്മ നിനക്ക് വല്ല ആവശ്യമുണ്ടാ? ഫിലിമിൽ അഭിനയിക്കണം എന്ന് പറയണ്, ഷോർട്ട് ഫിലിം ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പോണെന്നും പറഞ്ഞും കൊണ്ട് പോണ്. എന്നിട്ട് വന്നിരുന്നും കൊണ്ട് അങ്ങ് തള്ളി മെഴുകയാണ്. എന്തിനാണ് അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പാവങ്ങളെ വലിച്ചിടുന്ന? വീണ എന്ന് പറയുന്ന ആ പെൺകുട്ടി, സുധീര രണ്ടാം ഭാര്യ വീണ, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ താജിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫിറോസിനെ കുറിച്ച് പറയുന്നുണ്ട്, ബിഷപ്പിനെ കുറിച്ച് പറയുന്നു. ഇത് തന്നെയാണ് പണി. നീ ഇരുന്നും കൊണ്ട് ഓരോ കാര്യങ്ങൾ അനക്കിട്ട് കൊടുക്കണത് കൊണ്ടാണല്ലോ മറ്റുള്ളവർ എടുത്തിട്ട് അവര് സഹിക്കൂല. അവരെ കുറിച്ച് നീ സിനിമ സെറ്റിലായിരുന്നാലും നീ ഓരോന്നങ്ങ് മെഴുകയാണ് അവരെ കുറിച്ചൊക്കെ. നീ ആളുകളെടുത്ത് ഓരോന്ന് പറയണത് കൊണ്ടല്ലേ അവര് രംഗത്ത് വരണം. എത്ര ഇന്റർവ്യൂ കൊടുത്തെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. വീണേരെന്ന് സുധിയെ തട്ടിയെടുത്തോണ്ട് പോയി അതിന്റെ വിവാദങ്ങളായി. വീണ രംഗത്ത് വന്ന് വീണയെക്കുറിച്ച് അനാവശ്യമായിട്ട് സെറ്റിലൊക്കെ പറഞ്ഞത് കൊണ്ട്, ആ വീണയുടെ ചെവിയിലെത്തിയത് കൊണ്ടും, പിന്നെ വീണ അഴുക്ക സ്വഭാവ രീതിക്ക് നടക്കണോളാണെന്നൊക്കെ ഇവള് ഓരോരുത്തരെടുത്ത് പറഞ്ഞുകൊണ്ട് നടന്നു. അതിന്റെ പേരിൽ വീണ രംഗത്ത് വന്ന്, വീണേരെ ഇത് തെളിയിക്കണമല്ലോ എന്ന് വിചാരിച്ച് വീണ രംഗത്ത് വന്ന് വീണേരെ അഭിപ്രായങ്ങൾ പറഞ്ഞ് സുധി രണ്ടാമത് കല്യാണം കഴിച്ച വീണയാണെന്ന്, നിയമപരമായിട്ട് കല്യാണം കഴിച്ചെന്നും, എത്ര 5 വർഷവും കണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രേണു സുധിക്ക് മെസ്സേജ് ഇട്ട് വശത്താക്കി ഭാര്യയിൽ നിന്നും തട്ടിക്കൊണ്ട് പോണത്. ഇതൊക്കെ വന്നിരുന്ന് നീ തന്നെയാണ് ഇതെല്ലാം പറയിപ്പിച്ചത്. പോകുന്നിടത്ത് മുഴുവനും നീ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വന്ന് വെളിയിൽ പറയേണ്ടി വന്ന. പിന്നെ വീട് വെച്ചു കൊടുത്ത ഫിറോസിന് മൊത്തത്തിൽ അവര് തന്നെ സ്വന്തമായിട്ട് തങ്കച്ചൻ തന്നെ, രേണുവിന്റെ അച്ഛൻ തന്നെ മൊത്തം മാന്തി പൊളിച്ചിട്ടിട്ട് അതിനും കുറ്റമായി. ചോരണമെന്നും പറഞ്ഞ് തൂളിയടിച്ച് വെള്ളം വീഴണേന് വീട് ചോരണമെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നു. സുധിക്ക് കിട്ടിയ ട്രോഫി എല്ലാം കൂടെ പഴഞ്ചാക്കിൽ കെട്ടി കട്ടിലിന്റെ അടിയിലിട്ടിരുന്ന്, അവക്ക് കിട്ടിയതെല്ലാം കൂടെ ടേബിളിന്റെ അകത്ത് വെച്ചിരുന്നു. ഇത് വെറുതെയാണ്. ഈ രേണു പറയുന്ന ഫുള്ള് കള്ളത്തരമാണ്. രേണു ഈ സുധിയെ വെച്ചിട്ട് രേണു ഫേമസ് ആവാൻ വേണ്ടിയിട്ട് അവൾ പണം ഉണ്ടാക്കുന്നു. ആ കുട്ടിയെ സത്യം പറയാലോ, ആ കിച്ചുവിനെ ആ വീട്ടിലോട്ട് അടുപ്പിക്കുന്നില്ല. കിച്ചു ആ വീട്ടിൽ വരുന്നത് ഇവക്ക് ഇഷ്ടമല്ല. അതാണ് കാര്യം. അതുകൊണ്ടാണ് കിച്ചു അങ്ങ് നിൽക്കുന്നതിൻ്റെ കാര്യം. രേഷ്മേരെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കും ഇഷ്ടമല്ല. അവരല്ലേ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഈ കുട്ടി പേടിച്ചിട്ടാണ് അങ്ങ് പോയി നിൽക്കണത്. ഓരോരോ കാര്യങ്ങൾ അവിടെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബൈക്ക് വാങ്ങിച്ചു കൊടുത്തതിന് അത് എവള് സമ്മതിച്ചില്ല. ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാനായിരുന്നാലും ഓരോ കാര്യങ്ങൾ അവിടെ ഭയങ്കര വിഷയങ്ങളുണ്ടായി. അത് താജിൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു. അതെല്ലാം പുറത്ത് വിട്ടപ്പോൾ കാണാം ഇപ്പം വന്നിരുന്ന് രേണു വന്ന് ഇപ്പം ഈ ഇടയ്ക്ക് വന്ന് ഇന്റർവ്യൂ കൊടുക്കണം രേണു. അപ്പം നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. താജിനെ അങ്ങ് കാണണ അവള് എന്തൊക്കെയാണ്. താജ് എൻ്റെ തന്തേണോ മറ്റോനാണോ മറിച്ചോനാണോ സഹായിച്ചോമാരെയാണ് ഈ പറയണത്. അതൊന്ന് കാണാം നമുക്ക്. രൂപ ഉണ്ടായിരുന്നു. ഞാനും കിച്ചു. അപ്പം കിച്ചു എന്നെ ഒരു വോയിസ് കേൾപ്പിച്ചു സൂചേന്റെ സൂചേന്റെ ഒരു പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്താണ്. എക്സ്പൾസ് എന്ന് പറഞ്ഞ ബൈക്ക് മോന് മേടിച്ചു കൊടുത്തായിരുന്നു. അത് CC-ക്കാർ കൊണ്ടുപോയി. ഏട്ടൻ മരിക്കുന്നതിന് 2-3 ആഴ്ചക്ക് മുന്നേ ഏട്ടന് വിഷമമായി. ഞാൻ വന്ന് സൂചന വിഷമിക്കണം, നമുക്ക് അടുത്ത പൈസ കിട്ടും അവന് മേടിച്ചു കൊടുക്കും. 2 പേർക്കും വിഷമമായിരുന്നു. കിച്ചുവിന് വിഷമം. അപ്പം ഇതുവരെ കേൾപ്പിക്കാത്തൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുത്ത കാര്യമാണ് കിച്ചുവിന് ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, സുധി ചേട്ടാ വേണ്ട, വിഷമിക്കണ്ട, നമുക്ക് അടുത്തേന് വാങ്ങിച്ചു കൊടുക്കാം. ചുമ്മാ എവള് വാങ്ങിച്ചു കൊടുക്കാൻ നമ്മച്ചില്ല. സുധിയെ എവള് വക്കാൻ നിന്ന് സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വാങ്ങിക്കാൻ നിന്നപ്പോഴത്തേക്ക് എവളവിടെ ഭയങ്കര അക്രമമായിരുന്നു അവിടെ കാണിച്ച. ആ കുട്ടിക്ക് ഒരു സാധനവും വാങ്ങിച്ചു കൊടുക്കണ ഇഷ്ടമല്ലേന്ന്. പക്ഷെ സുധിക്ക് കിച്ചുവിന്റെ അടുത്ത് ഭയങ്കര ജീവനായിരുന്നു. എവള് വെറുതെയാണ് തള്ളി മറിക്കണത്. പറയടി, നീ വോയിസ് സൂചേട്ടൻ മരിച്ചു കഴിഞ്ഞ് കിച്ചു എന്നെ കേൾപ്പിക്കാം. അമ്മ അച്ഛൻ്റെ വോയിസ് കിട്ടും. ഞാൻ കേട്ടപ്പോഴത്തേന് മക്കളെ, അച്ഛൻ അടുത്ത 2-ാം തീയതി സാലറി കിട്ടുമ്പോൾ എൻ്റെ മോന് ബൈക്ക് മേടിച്ച് തരാം, എങ്ങനെയും മേടിച്ച് തരാം. ഇതെനിക്ക് തകർന്നു പോയി. കാരണം മരിച്ചതിന് ശേഷമാണ് ഞാനിത് കേൾക്കണത്. അവന്റെ ഫോണിൽ കേൾക്കണം. ഞാൻ കിച്ചു വേഗം വാ. അപ്പൊ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അവര് ഒരു ഫ്രണ്ടിന് രണ്ടും നോക്കി ഒരു 69 രൂപയാണെന്ന് തോന്നുന്നു ബൈക്കിന്. സെക്കൻഡ് ബൈക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ആ ബൈക്ക് മഞ്ഞ കളറിൽ. എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല, ബൈക്കിന്റെ പേരൊന്നും അറിയത്തില്ല. ബൈക്ക് ഞാൻ മേടിച്ചു കൊടുത്തു. ബാക്കി പൈസ എന്താണെന്ന് അറിയത്തില്ല, ചെലവ് കാര്യങ്ങൾ. അല്ലാതെ അതിനകത്തൊന്നും 1 രൂപ എടുത്ത് രേണു സുധി പൂഴ്ത്തി വെച്ചിട്ടില്ല. സുധിച്ചേട്ടന്റെ മകന് തന്നെ, മക്കൾക്ക് തന്നെ കൊടുത്തു.
അതായത് ആ വന്ന എമൗണ്ടിൽ നിന്ന് നേരെ ഈ ഒരു വോയിസ് കേട്ടതിന്റെ ഭാഗമായിട്ട് അതാണ് ഇവർ ഈ പറയുന്ന കോടികളുടെ തുക. നിങ്ങൾ അപ്പോ ഇൻഷുറൻസ് ക്ലെയിം ആരാ ഇത് പറഞ്ഞ? ഇൻഷുറൻസ് താജുദ്ദീനാണോ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് തരുന്നത്? എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. എമൗണ്ട് ഈ പൈസകളൊക്കെ എവിടെ പോകുന്നു? ഓക്കെ, ഇയാൾ ആരാ? എന്റെ തന്തയാണോ താജുദ്ദീൻ? അല്ലല്ലോ, താജുദ്ദീൻ തന്തയൊന്നും അല്ല. താജ് എന്റെ തന്തയാണെന്ന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടണത്. നല്ല തുക കിട്ടും, നല്ല തുക ഇവർക്ക് കിട്ടും. അതിനെന്തോ ചെയ്യണം? വീണയ്ക്ക് ഈ ഭാര്യ ആരെത്ര ഉണ്ട് ഇപ്പം? കിച്ചുവിന്റെ കാര്യത്തിന് കിച്ചുവിന്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ എല്ലാരും കൂടെ വീതിച്ച് ഒരേ തുല്യ അവകാശത്തിലാണ് എടുക്കാനുള്ളത്. കിച്ചുവിന്റെ അച്ചാമ്മയ്ക്ക്, പിന്നെ വീണയ്ക്ക്, അങ്ങനെ എല്ലാരും ആയിട്ടാണ് എടുക്കാനുള്ളത്. എല്ലാവർക്കും ഒരുപോലെ പങ്കുണ്ട്. ഇപ്പം ബന്ധം വേർപെടുത്തി എന്ന് പറഞ്ഞ് എവളെ ഇങ്ങനെയൊന്നും കല്യാണം കഴിച്ചെന്നില്ല. ഇവളെ കള്ള സർട്ടിഫിക്കറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇവള് നിയമപരമായിട്ടൊന്നും കല്യാണം കഴിച്ചത്. പക്ഷെ വീണ നിയമപരമായിട്ടാണ് കല്യാണം കഴിച്ചതും. അങ്ങനെയാണ് അന്തസ്സായിട്ട് തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അവളിൽ നിന്ന് ഇവള് തട്ടിയെടുത്തോണ്ട് പോയത്. തട്ടിയെടുത്തോണ്ട് പോയാൽ അവൻ പോയി. അവൻ പക്ക കോഴി ആയതുകൊണ്ടാണല്ലോ പോയത് ഇയാള്. ഈ സുധിയെ വെച്ചിട്ട് ഇവള് മുതലെടുക്കുകയാണ്. ഇനി ഒരു കാര്യം, ഇയാളെ എന്തിനാ ഇതൊക്കെ ബോധിപ്പിക്കേണ്ടത് ഞാൻ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ കിട്ടിയത്? എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം? താനാണോ എനിക്ക് തന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ക്ലെയിമിന്റെ ഇത് നടക്കുന്നത് എന്ത് വേദനപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്ന അറിയും? സുധിച്ചേന്റെ ജീവൻ ബലി കൊടുത്ത പൈസയായിരിക്കും അത്, അല്ലേ? അത് എനിക്ക് പൂഴ്ത്തിയെടുത്ത് തിന്നാനുള്ളതല്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. സുധിച്ചേന്റെ അമ്മയ്ക്കൊരു ഭാഗമുണ്ട് നിയമപരമായിട്ട്. സുധിച്ചേന്റെ മൂത്ത മകൻ കിച്ചുവിനുണ്ട്, ഇളയ കുഞ്ഞിനുണ്ട്. ആ ഇളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് മൈനറാണ്. അപ്പൊ ആ കുട്ടിക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയുന്നത്. കേസ് നടന്നുകൊണ്ടിരിക്കും. പിന്നെയുള്ള ഭാഗം സുധിച്ചേട്ടന് നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക്, അതാണ് കേസ് നടക്കുന്നത്. അപ്പം ഈ ഒരു കേസ് നടക്കുന്നല്ല, നിനക്ക് മാത്രല്ല ആ വീണയ്ക്കും കൊടുക്കണം. ആ വീണയും ഈ സുധീരെ ഭാര്യയായിരുന്നു, വീണയ്ക്കും കിട്ടണം. അങ്ങനെയാണ്. അയ്യോ, അതിനെപ്പറ്റി ഒരു പൈസയും ഞങ്ങൾക്ക് കിട്ടും. ഞാനൊരു കാര്യം ചോദിച്ചു, ഇയാളെ എനിക്ക് എങ്ങനെ അറിയുന്നത്? നിങ്ങളുടെ അടുത്ത് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഇയാളെ അറിയുന്നത് ഞാനും സുധിച്ചേട്ടനും ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുക. കുഞ്ഞു കയ്യിലുണ്ട് സുധിച്ചേട്ടൻ്റെ. ഫ്രണ്ടിൽ ഒരു കാർ പോയപ്പോൾ ബാവുട്ടെ ഇത് പഴയ ഒരു കലാകാരൻ, ഇപ്പം വിളിക്കാൻ മക്കളെ എന്ന് ഇയാളെ വിളിച്ചു. ഇയാൾ വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നെ പരിചയപ്പെട്ടു, കുഞ്ഞിനെ പരിചയപ്പെട്ടു. എന്നിട്ട് ഇയാൾ പറഞ്ഞ വർത്താനം, അയ്യോ മോളെ, നീ സുധിക്ക് നല്ലൊരു ജീവിതം കൊടുത്തല്ലോ, മിടുക്കിയാ കേട്ടോ, നീ സന്തോഷമായിട്ടിരിക്കും. സുധിയുടെ ലൈഫൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ലൈഫായിരുന്നു, നീ നന്നായിട്ടിരിക്കും. കുഞ്ഞിനെ കാണിച്ചിട്ട് അയാളുടെ നമ്പർ മേടിച്ചല്ലോ, പോയി. ആ സമയത്താണ് ലോക്ക്ഡൌൺ ടൈം വരുന്നത്, പ്രശ്നങ്ങളുണ്ടാകും. അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്. അന്ന് ഇയാളുടെ അടുത്ത് എന്താ പറയാ, സുധിച്ചേട്ടൻ സംസാരിച്ചാൽ ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നു, ഞാൻ അയാളുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ സുധിച്ചേട്ടൻ്റെ മരണം എല്ലാം കഴിഞ്ഞിട്ട് അനുസ്മരണം വന്നു. അന്നാണ് പിന്നെയും പുള്ളിയും കുറെ ആൾക്കാരും വന്ന് എൻ്റെ അമ്മയുടെ അമ്മ കാക്കമ്മയുടെ കുറെ വീഡിയോസ് എല്ലാം എടുത്ത് പുള്ളിയുടെ യൂട്യൂബിൽ ഇട്ട് അയാളെ പൈസ മേടിച്ചെന്ന് തോന്നുന്നു. അതുപോലെ എൻ്റെ അടുത്ത് മോളെ കിച്ചുവിന്റെ കുറ്റം ഞാൻ പറഞ്ഞു. ഇയാളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ അവൻ ശരിയല്ല കേട്ടോ, അവനെ സൂക്ഷിച്ചോണം, അവൻ പൈസ മേടിക്കും, ഇതാന്നൊക്കെ ഇയാൾ പറഞ്ഞു. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ആരുടെ മുന്നിൽ. ഈ ഫോണിനകത്ത് ഇയാളുടെ തെളിവുണ്ട്. ഇയാൾ നേരിട്ട് പറഞ്ഞല്ലേ, ഞാൻ എന്നിട്ട് ഒന്നും വേണ്ടില്ല. ഇയാൾ എന്താണ് ഇയാളുടെ ഉദ്ദേശമെന്ന് എനിക്ക് അറിയത്തില്ല. ഇയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കിച്ചുവിന്റെ. അപ്പൊ എന്നോട് മാത്രമല്ല പല ആളുകളോടും അയാൾ പറയുന്നുണ്ടായിരുന്നു. ഇയാൾ ഇത്ര ഇങ്ങോട്ട് പറയാൻ വേണ്ടി ഇയാൾ ആരാ? ഞാൻ പറയട്ടെ, KHDCയിൽ അവര് പറഞ്ഞു ഓക്കെ ശരി, അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതെ, നമ്മൾ തിരിച്ചു പറഞ്ഞാൽ അവരത് കംപ്ലൈന്റും ഓക്കെ ആക്കി. ഈ താജിനെ കുറിച്ച് താജ് ഒരുപാട് റെക്കോർഡുകളൊക്കെ, വോയിസ് റെക്കോർഡുകളൊക്കെ പുറത്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് താജിനെ കണ്ടുകൂടാത്തത്. താജിന്റെ അടുത്താണ് ഓരോരുത്തർ ഇപ്പൊ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ തന്നെ ഇപ്പം താജ് സംസാരിച്ചതിന്റെ പിന്നാലെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അത് ഇവക്ക് ദേഷ്യമാണ്. ഭാര്യയായ വീണ രംഗത്ത് വന്നതിനും ഇപ്പൊ ദാ കിച്ചുവിന്റെ അമ്മ, കിച്ചുവിനെ വളർത്തമ്മ പൊന്നുപോലെ വളർത്തിയതാണ്. കഷ്ടം. ആ കുട്ടിയുടെ കാര്യങ്ങൾ അന്ന് കിച്ചു കുഞ്ഞായിരുന്നു നോക്കിയത് എല്ലാം ആ അമ്മയാണ്. കിച്ചുവിന്റെ കാര്യം പറഞ്ഞിട്ട് ഇതാ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂ കൊടുത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ഇയാൾ എന്തിനാണ് എന്നെ ആവശ്യമില്ലാത്ത പറയുന്നത്? സുധിച്ചേട്ടനെ പറയുന്നു, മരിച്ചുപോയ സുധിച്ചേട്ടനെ പറയുന്നു, മൂത്ത മകനെ പറയുന്നു. ഇയാൾക്ക് എന്താ അവകാശം? ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഒരു സാറ് എന്നെ വിളിച്ച് പറഞ്ഞ എന്താണെന്നറിയോ? ഇയാൾ കള്ളത്തരം പറഞ്ഞ ആ ജോലിയിൽ കയറിയെന്നാണ്. എനിക്കതിനെ പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ദേവു. എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിനുള്ള ജോലി അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് അതിന്റെ സത്യാവസ്ഥ ഞാൻ സത്യം അറിയാതെ പറയാത്തതാണ്. എന്നോട് ഒരാൾ പറഞ്ഞതാണിത്.
കള്ളത്തരം എന്തോ കാണിച്ചിട്ടാണ്. നീ ആരെങ്കിലും പറയണ കള്ളത്തരവും കേട്ടിട്ട് നീ വന്നിരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ആ മനുഷ്യനെ നാണം കെട്ടി താജ് ജോലി കിട്ടിയതിൻ്റെ എല്ലാ രേഖകളും ആ മനുഷ്യൻ്റെ കയ്യിലുണ്ട്. കഷ്ടപ്പെട്ട് വാങ്ങിച്ച ജോലിയാണ്. PSC എഴുതിയായിരുന്നാലും അത് എത്ര പ്രാവശ്യം എഴുതിയാലായിരിക്കും കിട്ടണത്. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അത് കിട്ടി ജോലി നേടാൻ പറ്റില്ല. ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ വേണമെങ്കിൽ എവളെ കണക്കിരുന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ച് അഭിനയിക്കണതല്ല. ആ മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യനെ കുറിച്ച് ഇരുന്നും കൊണ്ട് വന്നിരുന്ന് വേണ്ടാതീനം പറയണ്. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നും കൊണ്ട് ഇവിടെ ഇൻ്റർവ്യൂ എടുക്കണ ഇതിനൊക്കെയാണ്. എന്നിട്ട് പറയണ ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയണത്. സുന അത് ഞാൻ പറയും. കാരണം എന്നെ ഇതുപോലെ നിരന്തരം ഉപദ്രവിക്കുവാന്ന് ഞാൻ അറിയുന്നത് പിന്നീടാണ്. ഇയാളോട് ഞാൻ എന്തേലും പറഞ്ഞു ഇല്ലല്ലോ. അതുപോലെ ഡിസംബർ മാസത്തെ ഒരു ദിവസം ഇയാളെ വിളിച്ചു. ലാസ്റ്റ് എന്നോടല്ല സംസാരിച്ചത്, പപ്പായോടാണ് ഏറ്റവും കൂടുതൽ പുള്ളി ഫോണിൽ സംസാരിച്ചിട്ടുള്ളത്, എന്നോടല്ല സംസാരിച്ചത്. എന്നെ ഇടയ്ക്ക് വിളിച്ച് എന്തെങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കണം കേട്ടോ, നമുക്ക് അവകാശ കമ്മീഷൻ ആൾക്കാരൊക്കെ ഉണ്ട്, രേണു നിന്നെ എതിർക്കുന്നവരുടെ കേസ് കൊടുക്കണം, കേസ്. ഇയാൾ നിരന്തരം പറഞ്ഞിട്ട് ഇപ്പൊ ഇയാൾ എന്നതാ കാണിക്കുന്നത്? ഈ താജുദ്ദീൻ എന്ന് പറഞ്ഞ ആൾ എന്തുവാ കാണിക്കുന്നത്? ഇയാളെ എന്തെങ്കിലും തോണ്ടി പിടിക്കാൻ ഞാൻ ചെന്നോ? അതിന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, അത്രയും സപ്പോർട്ട് എന്ത് സപ്പോർട്ട്? അതേപോലെ പറയുന്ന കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്താണ് അയാളെ ചെയ്തത്? രേണു അല്ല, രേണുവിന്റെ പപ്പ രേണു സുധിയെ പറ്റി എന്തിനാ പറയുന്നുണ്ട്? സാർ എന്നാണ് വിളിച്ചിരുന്നത് രേണുവിന്റെ പപ്പ. പക്ഷെ ഇപ്പൊ താൻ പോടോ ആ ഒരു രീതിയിലാണ് അയാൾ അങ്ങനെ കാണിച്ചോണ്ടല്ലോ. ഇത്രയും ഹെൽപ്പ് ചെയ്ത വ്യക്തിയെ നല്ല പപ്പായാണ്. പപ്പ വിളിക്കുന്നത് താൻ പോടോ, അയാൾ അങ്ങനെ കാണിച്ചോണ്ടാണെന്നു. രേണുവിന്റെ പപ്പ നല്ല പപ്പാണ്. പപ്പയും കൊള്ളാം, പപ്പയ്ക്ക് പറ്റിയ മോളും കൊള്ളാം. എന്തായാലും രേഷ്മയുടെ കുടുംബമൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. എന്തായാലും സഹായിച്ച മനുഷ്യന്മാർക്ക് കൊടുക്കണ പണിയാണിത്. രേഷ്മ തങ്കച്ചൻ കാണിക്കണത് ഇങ്ങനെയാണ്. സഹായിച്ച എത്രയോ മനുഷ്യർ, ആ താജൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. സുധി ചിലപ്പം 16 സ്ത്രീകളോടെ പോയതിന് 1, 2, 3, 4, 5 ഒന്നും അല്ല, ഇങ്ങനെ ചിലപ്പോൾ പോയെന്നിരിക്കും. വേണമായിരുന്നു എങ്കിൽ എവളെ കൂടെ ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു. ആദ്യത്തെ ഭാര്യ പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാര്യയായിരുന്നു വീണ, മൂന്നാമത്തത് ഇങ്ങനെ ആയി, മൂന്നാമത്തത് രേഷ്മ. അപ്പം സുധി ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഇനി അവളെ വലിപ്പിച്ചനായിരുന്നു. കിച്ചുവിൻ്റെ അമ്മ, കിച്ചുവിനെ വളർത്തിയ അമ്മ, കിച്ചുവിൻ്റെ വളർത്തമ്മ എവൾ ഈ രേഷ്മ എന്ന് പറയുന്ന ഈ രേണു പോലും കിച്ചുവിന് നോക്കിയിട്ടില്ല. ഈ പറയണ തള്ളേ ഉള്ളു രേഷ്മയ്ക്ക്. രേഷ്മ നോക്കൂലായിരുന്നു. ഞാനാണ് നോക്കിയതെന്നും ആ മകൻ അവരെ വിളിച്ചെന്നും 2 ദിവസത്തിന് മുമ്പ് ആ മകൻ വിളിച്ചു, അമ്മയെന്ന് വിളിച്ചെന്ന്. പിന്നെ വിളിച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയെ ഞാൻ ബലിയിടാൻ പോയിട്ട് വന്ന്. എന്തുകൊണ്ട് ഈ രേഷ്മ ഭയങ്കര ഇങ്ങനെ ശൃംഗരിച്ചിട്ട് ചുതിച്ചേട്ടൻ എന്നും പറഞ്ഞല്ലേ നടക്കണം? എന്തുകൊണ്ടാണ് അവൾ ബലിയിടാൻ പോവാത്തതിൻ്റെ കാര്യം എന്ത്? അവൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ഇരിക്കട്ടെ, എന്നാലും സുധീരെ ഭാര്യയായിട്ടല്ലേ അവൾ പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പം എവക്ക് പോയിട്ട് കൂടെ ഒന്ന് പോവായിരുന്നല്ലോ. ആ മകനെയും വിളിച്ചും കൊണ്ട് ആ മകനെ കിച്ചുവിനെയും വിളിച്ചും കൊണ്ട് ഈ രേഷ്മയ്ക്ക് കൂടെ ഒന്ന് പോവായിരുന്നല്ലോ. ഇവൾ ഇടണ്ടായിരുന്നു. ആ കൊച്ചിൻ്റെ കൂടെ ഒന്ന് പോവായിരുന്നല്ലോ. അതുപോലും ചെയ്തില്ല. അപ്പോഴും കിച്ചുവിനെല്ലാം മനസ്സിലായി, നിൻ്റെ വേലകളെല്ലാം മനസ്സിലായി. കിച്ചു പോയി വലിയിട്ട് ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ആണ് ഇവൾ ഇതത്രയും കാണിച്ചു കൂട്ടണ. സുധീരെ പേര് പറയണ. ഇവക്ക് സുധീരടുത്ത് ഒരു പൊടിയും സ്നേഹമില്ല, ഇവക്ക് മുമ്പും ഇല്ലായിരുന്നു. ഇവള് ചുമ്മാ സുധിയായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അതുപോലെ കിച്ചുവിനെ കണ്ടുകൂടായിരുന്നു, കിച്ചുവിന് ഒരു സാധനം മേടിച്ചു കൊടുക്കൂലായിരുന്നു. ഇതൊക്കെ ആളുകളെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇവള് കാണിക്കണ കോപ്രായത്തരങ്ങളാണ്. ആ അമ്മ എല്ലാം പറയുന്നുണ്ട് കിച്ചുവിനെ നോക്കിയത്. അവരങ്ങ് പൊട്ടിക്കരയാണ്. കഷ്ടം. അമ്മയെ കാണാനായിട്ട് വരുമെന്ന് പറഞ്ഞ് നല്ല കാര്യം, വന്ന് കാണട്ടെ. അവർ നോക്കിയെങ്കിൽ അവർക്ക് ഇപ്പോഴും സ്നേഹമുണ്ട്. അവർക്ക് എന്തോന്ന് കൊടുത്തിട്ടാണ് അവർ നോക്കിയത്? ഒന്നും കൊടുത്തിട്ടല്ല. പറയണ ഒരു സഹോദരി എന്നായിരുന്നു സുധി വിളിക്കണത്. സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർ നോക്കിയായിരുന്നു. മോനെ നല്ലതുപോലെ നോക്കി. കിച്ചുവിനെ ഇനിയിപ്പോൾ അമ്മയെന്ന് വിളിക്കണ അവർ തന്നെയല്ല. നീയൊക്കെ വെറുതെ എണടി രേഷ്മയെ, നിന്നെ കിച്ചു നീ ഇരിപ്പോൾ ചിലപ്പോൾ ഇരുന്നുകൊണ്ട് ആളുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അയ്യോ എൻ്റെ മോൻ കിച്ചു എന്നെ അമ്മ എന്ന് വിളിച്ചെന്ന് പറയാം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നീ ആ കിച്ചുവിനെ, ആ ഇളയ മോനെ ഋതപ്പനെയും കിച്ചുവിനെയും നീയും കൂടെ ഒരു വീട്ടിൽ കഴിഞ്ഞനായിരുന്നു. നീ എന്തോന്ന് ചെയ്ത്? ആ കുട്ടി ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. അവന്, ആ കിച്ചുവിനും ഋതപ്പനും ഉള്ള വീടാണ്. പിന്നെ ഒരു അമ്മയെന്നുള്ള ഇതിൽ നിനക്കും അവിടെ അവകാശമുണ്ട് ഇവിടെ താമസിക്കാൻ. പക്ഷെ നീ ചെയ്തത് അതാണ്.
അത് അതിൻ്റെ അച്ചാമ്മേരെ വീട്ടിൽ എന്തുകൊണ്ട് അത് സ്നേഹത്തിന് വേണ്ടി അത് ഓടിയതാണ് ആ കുട്ടി. അല്ലാതെ നിനക്ക് സ്നേഹം ഇല്ല, നീ സ്നേഹം കൊടുത്തിരുന്നെങ്കിൽ അവർക്കുള്ള വീട്ടിൽ നിനക്ക് സന്തോഷമായിട്ട് നിങ്ങൾക്ക് 3 പേർക്കും കഴിയായിരുന്നു. നീ വേറെ ലോകത്തോട്ടങ്ങ് പോയി, വേറെ ലെവലായിട്ട് നീ അങ്ങ് പോയി. അതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് കിച്ചുവിന് നിൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്നൊക്കെ പറയണ വെറുതെ.